പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന 19ാം വാർഡിൽ നിന്നുള്ള UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് നേതാവുമായ നേരത്തെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അഷ്റഫ് ആലുങ്ങലാണ് നമ്മോടൊപ്പം. എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വാർഡിൽ എങ്ങനെ പോകുന്നു? വളരെ നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ വാർഡിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, ഓരോ കുടുംബത്തിലും കയറി ചെല്ലുമ്പോൾ നമുക്ക് നല്ല അനുകൂല ഒരു പ്രതികരണമാണ് ആളുകളിൽ നിന്ന് കിട്ടുന്നത്. കാരണം കഴിഞ്ഞ 2015 മുതൽ 20 വരെ പഴയ 18ാം വാർഡ്, നിലവിൽ 19ാം വാർഡിൻ്റെ പകുതി ഭാഗവും ഉൾക്കൊള്ളുന്ന 19ാം വാർഡിലാണ് ഇപ്പോൾ സ്ഥിതി പഴയ 18ാം വാർഡ്. അങ്ങനെയുള്ള എന്നെ എല്ലാവർക്കും, എല്ലാ വീടുകളിലേക്കും പരിചയം, എല്ലാ പ്രവർത്തകർക്കും, എല്ലാ വാർഡിലുള്ള ഓരോ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാവർക്കും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. കാരണം 5 വർഷക്കാലം ഞാൻ മെമ്പറായിട്ടും 1.5 വർഷം പ്രസിഡൻ്റായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾ ഞാൻ വാർഡിൽ ചെയ്തിട്ടുണ്ട്. വാർഡിൽ ഞാനൊരു മെമ്പറായിട്ടല്ല, വാർഡിൽ എൻ്റെ ഒരു കുടുംബം പോലെ ഞാൻ ജീവിച്ചു വന്നിരുന്നതാണ്. അവിടുത്തെ ഓരോ ആളുകളുടെ ഇടയിൽ, ഓരോ കുടുംബങ്ങളുടെ ഇടയിൽ അത്രയ്ക്കും സുപരിചിതരാണ് എന്നെയും ആ വാർഡിലുള്ളവരെയും. എനിക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. അത് കാണാൻ കഴിയുന്നതാണ്. ആ കാലയളവിൽ 2019 മുതൽ 20 വരെ 1.5 വർഷക്കാലം പ്രസിഡൻ്റാണ് കാലത്ത്, അതിനു മുമ്പ് മെമ്പറാണ് കാലത്തും ഏറ്റവും ശോചനീയാവസ്ഥയിൽ നിന്നിരുന്ന പാലപ്പെട്ടി ഫിഷറി സ്കൂൾ, ജനങ്ങൾ ചാപ്പ സ്കൂൾ എന്ന് പറയുന്ന ആ സ്കൂൾ ഞാൻ ഒരു മെമ്പറായി ചെല്ലുമ്പോൾ 160ഓളം കുട്ടികളാണ് ആ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നത്. തീരദേശ മേഖലയിലെ കുട്ടികൾ പഠിക്കുന്ന അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും കാരണം വളരെ ചെറിയ നിലവാരത്തിലുള്ള കുട്ടികളായിരുന്നു. ആദ്യം ഞാൻ നാടിൻ്റെ ഒരു മുഖച്ഛായം മാറ്റണമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ ആളുകളെ ഉയർത്തേണ്ടത്. വരും തലമുറയെ, വളർന്നു വരുന്ന തലമുറയെ വിദ്യാഭ്യാസത്തിലൂടെ കൊണ്ടുവരണം. അതിൻ്റെ ഭാഗമായി ആ ഫിഷറി സ്കൂൾ, പാലപ്പെട്ടിയുടെ ഒരു മുഖം തന്നെ എന്ന് പറയാം, തട്ടുപറമ്പ് ഫിഷറി സ്കൂളിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു. അവിടുത്തെ PTA കമ്മിറ്റിയുമായി സഹകരിച്ച്, അധ്യാപകരുമായി സഹകരിച്ച് അക്കാദമി നിലവാരങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്തു. 2019-20 കാലഘട്ടത്തിൽ പ്രസിഡൻ്റായപ്പോൾ ആ സ്കൂളിന് ഒരു മിനി ഓഡിറ്റോറിയം, കാലിയായിട്ട് കിടക്കുന്ന ടെറസിൻ്റെ മേലുള്ള അത് നവീകരിച്ചൊരു മിനി ഓഡിറ്റോറിയം ഉണ്ടാക്കി. അതിനോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ കൂടുതൽ ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ് പാലപ്പെട്ടി. അവിടുത്തെ ഒരു പ്രധാന വിദ്യാലയമാണ് GFUPS തട്ടുപറമ്പ്. അവിടെ ഈ പഞ്ചായത്തിൻ്റെ വക, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ സ്മാർട്ട് ക്ലാസ് 3 AC കൂടിയിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് ആദ്യമായിട്ടായിരിക്കും സ്മാർട്ട് ക്ലാസ് 2019 കൊണ്ടുവരുന്നത്. 3 ക്ലാസ് റൂമുകൾ നവീകരിച്ച് സ്മാർട്ട് ക്ലാസ്സുകളാക്കി അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു. നമ്മൾ ഗേറ്റ് നവീകരിച്ചു. കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് മീഡിയം, ഒരു പ്രൈവറ്റ് സ്കൂൾ മാതിരിയുള്ള പല ആളുകളും, പുറത്തുനിന്നുള്ള പല ആളുകളും കാണുമ്പോൾ ഇതൊരു സർക്കാർ വിദ്യാലയമാണോ എന്നുള്ള അതുപോലെ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മൾ കേരള സർക്കാരിൻ്റെ അന്നത്തെ ആരോഗ്യ വകുപ്പുമായി സഹകരിച്ചിട്ട് പാലപ്പെട്ടി പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി ഉയർത്തുന്നതിനും ഈവനിങ് OP കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്ത് അത് പ്രാവർത്തികമാക്കി. അതുപോലെ തന്നെ പാലപ്പെട്ടി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കേരളത്തിൽ തന്നെ 7 ഇടങ്ങളിലും മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ദുരന്ത നിവാരണ സേനയുടെ ഒരു ദുരിതാശ്വാസ കേന്ദ്രം. അത് 3.25 കോടി രൂപയോളം വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടെ പാലപ്പെട്ടി ഹൈസ്കൂളിൽ ഇന്ന് അത് പണി പൂർത്തീകരിക്കാൻ ആ കാലയളവിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2020 കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരേ സമയത്ത് 20ഓളം ആളുകൾ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക്, വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഭൂമി വിട്ടു തരുന്നത്. അത് ആനറക്കുളം 20ഓളം പേര് 5ഓളം പേര് 20 സെൻറ്റ് സ്ഥലം തന്നിട്ടാണ് ഈ നിലവിലുള്ള ഭരണസമിതി അവിടെ ആനറക്കുളം നവീകരിച്ചത്. അത് എൻ്റെ ഭരണകാലത്ത് ഞാൻ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് ആ ഭൂമി നമ്മൾ ആളുകളിൽ നിന്നിട്ട് വാങ്ങുന്നത്. അതേമാതിരി കുടിവെള്ളത്തിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും അങ്കണവാടികൾക്ക് 5ഓളം അങ്കണവാടികൾക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നത്, സ്വന്തമായി സ്ഥലം സൗജന്യമായി ആ വാർഡ് മെമ്പർമാരുടെ സഹകരണത്തോട് കൂടിയിട്ട് പ്രസിഡൻ്റായിരിക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതിലുപരി ഹൈലൈറ്റ് ചെയ്തുള്ള ഒരു വർഷം ഈ NRHM എന്നുവെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ ഒരു ഹോളിസ്റ്റിക് സെൻറ്റർ, അത് കേരളത്തിൽ ഒരു ജില്ലക്ക് ഒന്നേ ഉള്ളൂ. അത് മലപ്പുറം ജില്ലയിലെ
ഒതുക്കുങ്ങളുണ്ട്. ഒരു വലിയ ജില്ല ആയതിൻ്റെ പേരിൽ മലപ്പുറം ജില്ലയ്ക്ക് 2 എണ്ണം ഉണ്ട്. ഒന്ന് പെരുമ്പടപ്പ് പഞ്ചായത്തിന് 2017 കാലഘട്ടത്തിൽ ഭരണസമിതി കൊണ്ടുവന്നത്, അതിന് സ്വന്തമായി സ്ഥലം, ഹൈവേയുടെ ഓരത്ത് 1 കോടിയിലേറെ മാർക്കറ്റ് വിലയുള്ള ഭൂമി നമുക്ക് ഒരു വ്യക്തി സൗജന്യമായി തരുകയും അവിടെ സ്വന്തമായി കെട്ടിടം പണിയുകയും അത് 2020 കോവിഡ് കാലത്ത് MP ഫണ്ടിൻ്റെ റിക്വസ്റ്റ് കൊടുത്തപ്പോൾ MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് നിർത്തിവെച്ചത് കൊണ്ട് നമുക്ക് ആ MP ഫണ്ട് കിട്ടാത്തത് കൊണ്ട് പല ഇടപെടലുകളും പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചിട്ട് കെട്ടിടം പൂർത്തീകരിച്ച് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹോളിസ്റ്റിക് സെൻറ്റർ, അയിരൂർ പ്രവർത്തിക്കുന്ന ഹോളിസ്റ്റിക് സെൻറ്റർ പുതിയിരുത്തി നാഷണൽ ഹൈവേയുടെ ഓരത്തേക്കുള്ള സ്വന്തം കെട്ടിടത്തിലേക്ക് കൊണ്ടുവരാനുള്ള കെട്ടിടം നിർമ്മിക്കും. 2020 ഡിസംബർ ലാസ്റ്റിലാണ് ആ പണി പൂർത്തീകരിച്ചത്. നിർഭാഗ്യവശാൽ നവംബറിൽ ഇലക്ഷൻ നടക്കുകയും ഡിസംബറിൽ പുതിയ ഭരണസമിതി വരികയും ആയതുകൊണ്ട് നമുക്ക് അതിനെ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് വന്ന ഭരണസമിതി ഈ പ്രദേശത്തോട് കാണിച്ച അവഗണന ഇന്നും 5 വർഷത്തോളമായിട്ടും അവിടെ നമ്മൾ നിർമ്മിച്ച കെട്ടിടവും അതിൻ്റെ ഉള്ളിൽ ഡോക്ടർമാർക്കും മരുന്ന് സ്റ്റോറിനൊക്കെ ചെയ്ത പാർട്ടീഷൻ ചെയ്ത അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കുകളൊക്കെ പൊളിഞ്ഞ് നാശമായി പോവുകയല്ലാതെ ഇപ്പോഴും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയാണ് ആ ആയുസ് ഹോളിസ്റ്റിക് സെൻറ്റർ. അതിന് സൗകര്യപ്രദമായ ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ MP E.T. മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ അനുവദിക്കുകയും ആ ഫണ്ട് പഞ്ചായത്ത് ആദ്യം അനുമതി തരുകയും പിന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയും ടെൻഡർ ആവുകയും ചെയ്തതിന് ശേഷം ആ ഫണ്ട് ലാപ്സാക്കുന്നതിന് വേണ്ടി പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളുടെ ഇടപെടലുകൾ കൊണ്ട് അതിനെ ആ ഫണ്ട് ലാപ്സാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങളുണ്ടായി. അതൊക്കെ തരണം ചെയ്ത് ഇന്ന് ആ കെട്ടിടം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഞാനൊരു മെമ്പറായി തെരഞ്ഞെടുത്ത് വന്നു കഴിഞ്ഞാൽ അത് പ്രതിപക്ഷമാവട്ടെ, UDF അധികാരത്തിലാവട്ടെ, അല്ലെങ്കിൽ LDF അധികാരത്തിൽ വന്നിട്ട് ഒരു മെമ്പറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദ്യ പൈലറ്റ് പ്രൊജക്റ്റ് അതായിരിക്കും. പെരുമ്പടപ്പ് പഞ്ചായത്ത്, വെളിയങ്കോട് പഞ്ചായത്ത്, പൊന്നാനി മുനിസിപ്പാലിറ്റി, പുന്നൂർക്കുളം പഞ്ചായത്തുകളിലുള്ള തീരദേശത്തും ആ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആയുസ് ഹോളിസ്റ്റിക് സെൻറ്റർ 5ഓളം ഡോക്ടർമാർ, ആയുർവേദ, സിദ്ധ, യൂനാനി, ഹോമിയോ, യോഗ, അങ്ങനെ 5ഓളം ഡോക്ടർമാർക്ക് ഇരിക്കാവുന്ന ഒരു സൗകര്യത്തോടു കൂടിയുള്ള കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പണി പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് വാടക കെട്ടിടത്തിൽ നിന്ന് ഇതുങ്ങൾക്ക് മാറ്റാനുള്ള ഒരു നടപടിക്കായിരിക്കും എൻ്റെ ഒരു മെമ്പറായി തിരഞ്ഞെടുത്താൽ ആദ്യം ചെയ്യുക. രണ്ടാമത് അവിടെ സ്ഥല സൗകര്യമുണ്ട്. ഒരുപാട് ആളുകൾ സ്ട്രോക്കും മറ്റുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് പക്ഷപാതം സൈഡ് തളർന്നിട്ട് കൈകാലുകൾ ഫിസിയോതെറാപ്പിക്ക് സൗകര്യമില്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ പ്രദേശത്ത്, പ്രത്യേകിച്ച് പെരുമ്പടപ്പ് പഞ്ചായത്തിലുള്ള ആളുകൾ. അവർക്ക് ഒരു ഫിസിയോതെറാപ്പിക്കുള്ള സൗകര്യം അത് പഞ്ചായത്തിൻ്റെയും പുറത്തുനിന്നുള്ള വ്യക്തികളുടെയും സഹകരണത്തോടു കൂടി അവിടെ അത് പൂർത്തീകരിക്കാനുള്ള ആഗ്രഹമാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ടുകളും മറ്റു വിവിധ സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് എൻ്റെ വാർഡിലും പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലും കൊണ്ടുവരാനുള്ള പദ്ധതികളാണ്. അതിന് ഞാൻ ജയിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് യോഗം വിളിച്ച് നമ്മുടെ വാർഡിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ വേണോ എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടിട്ട്, അതിൻ്റെ അഭിപ്രായങ്ങൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടിട്ടായിരിക്കും ഞാൻ മുന്നോട്ട് പോവുക. ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് കൊണ്ടിട്ട് പ്രവർത്തിച്ച്, അതുപോലെ തന്നെ ഒരു ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു കളിസ്ഥലം, ഒരുപാട് വളർന്നു വരുന്ന കുട്ടികൾ മയക്കുമരുന്നും മറ്റുള്ള ഇതിലേക്ക് ഈ തീരദേശ മേഖലയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ മാറ്റം വരുന്നതിന് വേണ്ടി കുട്ടികൾക്ക് കളിക്കാനും എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കളി ഗ്രൗണ്ടുകളും വ്യായാമം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും ഉള്ള പദ്ധതികളായിരിക്കും ആവിഷ്കരണം ചെയ്യുക. അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്യുമെന്നുള്ളത് എൻ്റെ നാട്ടുകാർക്ക് അറിയാം. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ജയിച്ചു വന്നപ്പോൾ ഒരു പുതുമുഖമായിട്ട് 2015 ഞാൻ ജയിച്ചു വന്നപ്പോൾ എൻ്റെ പ്രദേശത്തും എൻ്റെ നാട്ടിലും പെരുമ്പടപ്പ് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഞാൻ ചെയ്ത വികസനങ്ങൾ അറിയാം. അതൊക്കെ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഭാഗമാണ്. പാലപ്പെട്ടി അജ്മീർ നഗർ ബീച്ചിൽ കാറ്റാടി വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതി, അത് ഇന്ന് മനോഹരമായിട്ട് ആ കാറ്റാടി അവിടെ വളർന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒരു ആളുകൾക്ക് സായാഹ്ന സമയങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ ഒക്കെ വന്ന് ബീച്ചിലിരുന്ന് കാറ്റുകൊള്ളാനും വ്യായാമം ചെയ്യാനും പറ്റുന്ന അങ്ങനെയുള്ള പദ്ധതികൾക്കാണ് മുൻതൂക്കം കൊടുക്കുക. അതിന് എൻ്റെ കൂടെ എൻ്റെ വാർഡിലെ ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ എൻ്റെ വാർഡിലുള്ള എൻ്റെ നാട്ടുകാർക്ക് നന്നായി അറിയാവുന്നതാണ്.
എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അത് 5 വർഷം ഞാൻ എൻ്റെ വാർഡിലുള്ള എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അവരോടൊപ്പം നിന്നുകൊണ്ടിട്ട് അവരുടെ ഇടയിൽ അവർ വിളിക്കുന്ന വിളിപ്പുറത്ത് ചെന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മെമ്പറായിട്ട് ഞാൻ പ്രവർത്തിക്കുമെന്നുള്ള ഒരു ആത്മാർത്ഥതയോടുകൂടി ഞാനത് പ്രവർത്തിക്കുന്നുള്ള ഒരു വിശ്വാസം എനിക്കും എൻ്റെ നാട്ടിലെ എൻ്റെ വാർഡിലെ ജനങ്ങൾക്കും ഉണ്ട്. പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ ഒന്നാം ഘട്ടമൊക്കെ പൂർത്തിയാക്കിയോ? എങ്ങനെയാണ്? ഒന്നാം ഘട്ടം ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് 98% എല്ലാ വീടുകളിലും, ചില വീടുകളിൽ നമ്മൾ പോയാൽ വീട് പൂട്ടിക്കെടുക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ വീട്ടിൽ ആളില്ലാത്തതുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പരിസരത്തുള്ള നമുക്ക് വേണ്ടപ്പെട്ട രാഷ്ട്രീയ ഭേദമന്യുള്ള നമ്മുടെ മുതിർന്ന ആളുകളൊക്കെ കണ്ട് സമ്മതം ചോദിച്ചിട്ട് അവരുടെ ആശീർവാദത്തോട് കൂടിയിട്ടാണ് ഞാൻ നോമിനേഷൻ കൊടുത്തിട്ടുള്ളത്. ഈ 18ാം വാർഡ് എന്ന് പറഞ്ഞല്ലോ, നേരത്തെ 18ാം വാർഡായിരുന്നു, അത് താങ്കളായിരുന്നല്ലോ ആ വാർഡ് UDF വേണ്ടി പിടിച്ചെടുത്തത്. ഇപ്പോൾ 19ാം വാർഡിലാണ് മത്സരത്തിന് ഇരുന്നത്. അപ്പോൾ ഈ വാർഡ് വിഭജനത്തിന് ശേഷമുള്ള മത്സരമാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വാർഡ് വിഭജനത്തിനുള്ള മത്സരമാകുമ്പോൾ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ നല്ലൊരു ശതമാനം ഭൂരിപക്ഷത്തിൽ LDFൻ്റെ ജയിക്കുന്ന ഒരു വാർഡായിട്ടാണ് കാണുന്നത്. പക്ഷെ ജനങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായവും എൻ്റെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു റൗണ്ട് വാർഡുകൾ കയറിയപ്പോൾ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എനിക്ക് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പിന്തുണ തരുന്നുണ്ട്. അതിൻ്റെ ചിഹ്നം നോക്കിയിട്ടോ മറ്റൊന്നോ നോക്കിയിട്ടല്ല, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നോക്കിയിട്ട് എനിക്ക് വോട്ട് ചെയ്യുന്നുള്ള ഒരു ഉറപ്പുണ്ട്. അത് എനിക്ക് നല്ല പരിപൂർണ വിശ്വാസമുണ്ട്. ജനങ്ങൾക്കും ഉറപ്പുണ്ട് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചൊരു മെമ്പറായി കഴിഞ്ഞാൽ അത് ഈ വാർഡിൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ ഉണ്ടാവും എന്നുള്ള എൻ്റെ വാർഡിലുള്ള ആളുകൾക്ക് ഉറപ്പുണ്ട്. റിയൽ മീഡിയ, ഒരു ദേശത്തിൻ്റെ ശബ്ദം.